ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ഗ്രീൻ പീസ് കറിയാണ്. ഹോട്ടലിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു ഗ്രീൻ പീസ് കറി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. 250 ml ഒരു കപ്പ് ഗ്രീൻ പീസ് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം നന്നായി കഴുകി ക്ലീൻ ചെയ്ത് നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് ഗ്രീൻ പീസ് ഒരു 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് നന്നായിട്ട് വേവണം കേട്ടോ. അതിനായിട്ടുള്ള വെള്ളമെല്ലാം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള, ഇതുപോലെ മീഡിയം സൈസ് സവാള, വളരെ കനം കുറച്ചരിയും നമുക്ക് ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്ത സവാളയാണിത്. നന്നായിട്ട് കുനുകുനായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്കിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നടു കീറിയിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. പച്ചമുളക് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വെളുത്തുള്ളി ഒരു 7 അല്ലി ചതച്ചതും ഇഞ്ചി ഒരു കഷ്ണം ചതച്ചതും അങ്ങനെയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ ഗോൾഡൻ നിറമായി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി. ഞാൻ നല്ല ജീരകം ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊന്ന് ഉടച്ചെടുക്കാം. 2 സെക്കൻഡ് നേരം നമുക്ക് തക്കാളി ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് വാടി വരട്ടെ തക്കാളി. കണ്ടില്ലേ, നന്നായിട്ട് തവി വെച്ച് നമുക്കിതൊന്ന് ഉടച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ രുചി നമ്മുടെ ഈ മല്ലി ഇലയിലും നല്ല ജീരകത്തിലുമാണ് കേട്ടോ. വളരെ രുചികരമാണ്. ഇത് രണ്ടും കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ ഇത് കഴിക്കാനായിട്ട്. മല്ലിയില ചേർത്ത് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ഈ ഗ്രീൻ പീസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ പീസ് നന്നായിട്ട് വേവണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമുക്ക് തക്കാളിയൊക്കെ ഒന്നുകൂടി വേവാനുണ്ട്. പച്ചമുളകും തക്കാളിയെല്ലാം ഒന്നുകൂടി വെന്ത് വരണം. അതിനായിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് ഗ്രേവി തയ്യാറാക്കുക. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്നുകൂടി വെന്ത് വരാനായിട്ടുണ്ട് കേട്ടോ. കറി ഒന്ന് കുറുകി വരാനായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്നൊക്കെ ടേസ്റ്റ് ചെയ്യുക. എന്നിട്ടത് വീണ്ടും നമുക്കൊരു 5 സെക്കൻഡ് കൂടി നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് തുറക്കുമ്പോഴേക്കും നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ നന്നായി വറ്റി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ച് കൊടുക്കാം. തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിലേക്കൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളകും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളിയെല്ലാം മൂത്ത് നല്ല മണം വന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക്
ഈ താളിച്ച് നമുക്ക് ഗ്രീൻ പീസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ രുചികരമായ ഒരു ഗ്രീൻ പീസ് കറിയാണ്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. പൊറോട്ടക്കായാലും ചപ്പാത്തിയുടെ ഒപ്പമായാലും വെള്ളപ്പത്തിൻ്റെ ഒപ്പമായാലും ഒക്കെ കഴിക്കാൻ വളരെ രുചികരമായ ഒരു കറിയാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.